ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? ഇന്നൊരു ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും നമ്മൾ എവിടെ പോവും? നമ്മൾ യാത്രകൾക്കായിട്ട് പോകും അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെൽബണിന് തൊട്ടടുത്ത് സിംസൺ ഡെസേർട്ടിലേക്കാണ്. സിംസൺ ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, മെൽബണിൽ നിന്ന് ഒരു 2500-3000 കിലോമീറ്ററിന് അടുത്തുള്ള ഒരു കൊച്ചു സ്ഥലമാണ് സിംസൺ ഡെസേർട്ട്. അപ്പൊ സിംസൺ ഡെസേർട്ടും അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് കൂടെയൊക്കെ അലഞ്ഞു തിരിയുന്ന ഒരു അടിപൊളി വീഡിയോസ് ആണ് ഇനിയുള്ള വീഡിയോകളെല്ലാം തന്നെ. അപ്പൊ ഞാൻ മാത്രമല്ല, എന്റെ കൂട്ടത്തിൽ ബാക്കി ഒരു 5 പേരും കൂടിയുണ്ട്. നമ്മൾ ഇന്ന് മെൽബണിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ന്യൂ സൗത്ത് വെയിൽസ് ചെല്ലും, നാളെ നമ്മൾ ക്യൂൻസ്ലാൻഡ് ചെല്ലും. അങ്ങനെ ക്യൂൻസ്ലാൻഡിലുള്ള ബേർഡ്സ് വില്ല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ആദ്യമേ ചെല്ലുന്നത്. അതിനടുത്ത് പേപ്പിൾ കോർണർ എന്ന് പറഞ്ഞിട്ടുള്ള സിംസൺ ഡെസേർട്ടിൽ തന്നെയുള്ള ഒരു സ്ഥലത്ത് ചെല്ലും. അവിടെ ഒരു 2 ദിവസത്തെ ക്യാമ്പിങ്, അതൊക്കെ കഴിഞ്ഞ് അടിച്ച് പൊളിച്ച് നമ്മളൊരു ഒരാഴ്ച കഴിഞ്ഞ്, അതായത് ഇന്ന് ഞായറാഴ്ചയാണ്, അടുത്ത മിക്കവാറും വെള്ളിയാഴ്ച അല്ലെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച നമ്മൾ തിരിച്ച് മെൽബണിൽ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇനിയുള്ള കുറേ വീഡിയോകൾ. അപ്പം ഈ യാത്രയും ഇതിൻ്റെ കോൺവെർസേഷൻസും ഇതിൻ്റെ രസകരമായിട്ടുള്ള ചില അനുഭവങ്ങളൊക്കെയാണ് അടുത്ത നമ്മുടെ കുറച്ച് വീഡിയോകളിലൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ വാച്ച് ആൻഡ് എൻജോയ്. അങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 3 വണ്ടിയാണ് ഇപ്പം നമ്മൾ പോകാനായിട്ടെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സാധനങ്ങളിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. പോകുമ്പോൾ ഇത് കണ്ടോ, ഇത് വിറകാണ്, വിറകും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ മുകളിൽ അങ്ങനെ അധികം സാധനമൊന്നും കയറ്റി വെച്ചിട്ടില്ല, ജസ്റ്റ് ആ ജാക്കി മാത്രം കയറ്റി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ബാക്കി സാധനങ്ങളെല്ലാം വണ്ടിക്കകത്ത് തന്നെ നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാനും എൻ്റെ ഫ്രണ്ട് അബിൻ എന്ന് പറഞ്ഞിട്ട്, അബിനും ഞാനുമാണ് ഇതിനകത്തുള്ളത്. അപ്പം ഇനിയിപ്പം വലിയ താമസമില്ല. ഇപ്പം മണി ഏകദേശം 10 മണി കഴിഞ്ഞു. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വണ്ടികളൊക്കെ റെഡി ആയിരിക്കുന്നു. ഒരു വണ്ടി ഇതാണ്. അടുത്തത് ഒരെണ്ണം ഫോർഡിൻ്റെ ഒരു വണ്ടി ബാക്കി കിടപ്പുണ്ട്. കേസപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ഒന്ന് നമ്മുടെ അനൂബേബിയാണ്. അനൂബേബി ഞാനും നേരത്തെ ഒന്ന് സിംസൺ ഡെസേർട്ട് പോയതാണ് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഷിബു ആണ്. ഷിബു പുതിയ ആളാണ്. ഷിബു എന്നാണ്? നല്ല വാർത്തകളല്ലേ? നിങ്ങൾ മറ്റേ പെരുമ്പാവൂര്, അനും പെരുമ്പാവൂര് അയലോങ്കാരാണ്. അതുപോലെ തന്നെ നമ്മുടെ ചങ്ക് നമ്മുടെ അബിനുണ്ട്. അപ്പോൾ അബിനെ നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഒന്നിച്ച് ബൈക്ക് റൈഡിനൊക്കെ പോയിട്ടുള്ള അബിനാണ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂഡിൽസാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നത് നമ്മുടെ നൂഡിൽസ്. ഇത് നമ്മുടെ ഇതുപോലെ ജെറ്റ് ബോയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാണുണ്ടല്ലോ, നമ്മൾ 1 ലിറ്റർ വെള്ളം ഏകദേശം 3-4 മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്ന ഒരു സംഭവമാണ്. എത്ര വിൻഡി കണ്ടീഷൻ അല്ലേ? എത്ര വിൻഡി ആണെങ്കിലും ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ വൈകിട്ടത്തേക്കുള്ള ലാം ചോപ്സ് സംഭവങ്ങളെല്ലാം എടുത്ത് ഫ്രിഡ്ജിനകത്തുനിന്ന് വെളിയിലേക്ക് എടുത്തിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. നമ്മളിപ്പം വന്നിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കുംവാൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് മുറേ റിവറിൻ്റെ തീരത്തുള്ള ടോക്കുംവാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് നമ്മുടെ മെൽബണിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ ജേർണി കഴിഞ്ഞെന്നാൽ ഇവിടെ വരാൻ പറ്റും. നല്ലൊരു മനോഹരമായൊരു സ്ഥലമാണിത്. അങ്ങനെ നമ്മൾ ഗ്രിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കിടക്കുന്ന ഓറഞ്ച് പാടങ്ങൾ കണ്ടോ? ഇത് കണ്ടോ, ഇത് ഭംഗിയാ നോക്കി. ഓറഞ്ച് ഈ പോരുന്ന വഴിക്ക് മുഴുവൻ ഇതുപോലെയുള്ള ഓറഞ്ച്, അതുപോലെ തന്നെ മുന്തിരി, ആപ്പിൾ തോട്ടങ്ങൾ, അങ്ങനെ ഫാമുകൾ ഒത്തിരി ഉള്ളൊരു സ്ഥലമാണത് ഈ ഗ്രിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലം.
ഗ്രിഫിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ഫ്രൂട്ട്സ് അല്ലടാ. ഇത് കണ്ടോ, എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് പ്ലം ആണെന്ന് തോന്നുന്നു, പ്ലം. ഇഷ്ടം പോലെ ഫ്രൂട്ട്സ്. ഇതെല്ലാം മുന്തിരി തോട്ടങ്ങളാണ് കേട്ടോ. ഇത് കേട്ടോ, മുഴുവൻ മുന്തിരിയാണ്. നല്ല ഫലഭൂഷ്ടമായ മണ്ണാണെന്ന് തോന്നുന്നു. ഇവിടെ മുഴുവൻ ഇതുപോലെയുള്ള അഗ്രികൾച്ചർ ലാൻഡാണ്. ഗ്രിഫിത്ത് എന്നാണ് ന്യൂ സൗത്ത് വെയിൽസിലുള്ള ഗ്രിഫിത്ത്. ഇത് ഏക്കർ കണക്കിനാണ് ഇത് കൃഷി ചെയ്തേക്കുന്നത്. ഇത് കേട്ടോ, ഏകദേശം 450 കിലോമീറ്റർ ആയിട്ടുള്ളൂ അല്ലേ? എത്ര? 400 ആവുന്നേ ഉള്ളൂ. നമ്മൾ രാവിലെ 11 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ മെൽബണിൽ നിന്ന് പോകുന്നതാണ്. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടിയുണ്ട്. അപ്പോൾ നമ്മളിന്ന് കൊബാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അല്ലേ? കൊബാർ എന്നല്ലോ. അതെ, ആദ്യമേ നമ്മൾ ഉച്ച കഴിഞ്ഞ് പോരുവാണെങ്കിൽ ഗ്രിഫിത്തി വന്ന് താമസിക്കണം എന്ന് ഓർത്താണ്. പക്ഷെ നമ്മൾ നേരത്തെ പോരാൻ പറ്റിയത് കൊണ്ട് നമ്മൾ കൊബാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് ക്യാമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുന്ന വഴിക്ക് ഇത് ഒരു ഹെക്നാനെ കണ്ടിരിക്കുകയാണ്. ഇതുണ്ട്, നമ്മുടെ നാട്ടിലെ മുള്ളമ്പന്നി പോലെയുള്ള ഒരു സാധനമാണ്. ഇതുണ്ടോ, ഹിക്ന. നമ്മുടെ നാട്ടിലെ മുള്ളമ്പന്നി പോലെയുള്ള അദ്ദേഹം നിറയെ മുള്ളാണ്. ഇതുണ്ടോ, നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. നമ്മൾ കോബാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. കോബാറിലേക്ക് ഇനിയും 200 കിലോമീറ്റർ ഉണ്ട്. ഇപ്പം 7 മണിയായി. 9 മണിയാകുമ്പോഴത്തേക്ക് നമ്മളവിടെ ചെല്ലും. അത് കഴിഞ്ഞിട്ട് പയ്യെ ടെൻ്റൊക്കെ അടിച്ച് അവിടെ കിടന്നിട്ട് നാളെ രാവിലെ അടുത്ത ജേണി തുടരും. ഗൈസ്, അങ്ങനെ നമ്മൾ കോബാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇതൊരു ഖനിയാണെന്ന് തോന്നുന്നു. ഏതൊക്കെയാലും ഇവിടെ വന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ട്രക്കുകൾ നമുക്ക് നാളെ രാവിലെ നമുക്ക് കാണാം. ട്രക്കുകൾ ഒക്കെ പാർക്ക് ചെയ്യുന്ന ഒരു പാർക്കിംഗ് ഏരിയ ആണ്. ഒരു ചെറിയൊരു ജംഗ്ഷൻ പോലെയാണ് തോന്നുന്നത്. അപ്പം ഇവിടെ നമ്മളും ഇതുപോലെ തന്നെ നമ്മുടെ വണ്ടിയെല്ലാം നിരത്തിയിട്ട് നമ്മൾ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. കേസ് അങ്ങനെ ഞാൻ ഇവിടെ എൻ്റെ ടെൻ്റെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ഇവരെല്ലാം കൂടി കുക്കിങ്ങാണ്. നമ്മുടെ വണ്ടിയിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ തന്നെ ഇന്ന് അന്തി ഉറങ്ങിയിട്ട് നാളെ നമ്മൾ ഇവിടുന്ന് യാത്ര തുടരുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കൂടുതലുള്ള മനീഷ്, അതുപോലെ തന്നെ നമ്മുടെ ജിതിൻ കൂരാപ്പള്ളി. യോ. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മുടെ കൂടുതൽ രാവിലെ മുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും പരിചയപ്പെട്ടില്ലായിരുന്നു രാവിലെ. ഇവരെ മാത്രമേ. നീ രാവിലെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ആദ്യമേ വീഡിയോ എടുത്തപ്പോൾ നീ വന്നില്ലായിരുന്നു. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ വിഭവങ്ങൾ. ഈ ട്രിപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിംസൺ ഡെസേർട്ട് പണ്ട് പോയതിന്റെ ബാക്കി നമ്മൾ അന്ന് കോവിഡ് ആയിരുന്നു, അതുകൊണ്ട് അന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മള് ബേർഡ്സ്വെൽ പോയില്ലായിരുന്നു. ബേർഡ്സ്വെൽ പോയില്ലായിരുന്നു. ലോക്ക്ഡൌൺ കാരണം നമുക്ക് ബേർഡ്സ്വെല്ലിന് വരാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് 3 years after നമ്മൾ വീണ്ടും പോകും. 4 years കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ആ ജേർണി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ആ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സന്തോഷത്തിന് വേണ്ടി രണ്ടുപേരെ നമ്മൾ അഡീഷണൽ പുതിയത് കൊണ്ടുവന്നിരിക്കുകയാണ്. അതെ, ഭിന്നിച്ചനുണ്ട്. അതെ, അതുപോലെ തന്നെ നമ്മുടെ ബിബിനും സുബിനും അവര് ബ്രിസ്ബെയിനിലേക്ക് പോയി. അങ്ങനെ ഏതൊക്കെയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതോടൊപ്പം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. അവിടെ വെച്ച് കാണാം.